അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജനനം, അത് നടന്ന മാസം പരിശുദ്ധ റബീഉൽ അവ്വലിലാണ് എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല അവിടുത്തെ മങ്കൂസ് മൗലിദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ചില ആളുകളൊക്കെ റമദാനിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും ആ അഭിപ്രായത്തെക്കുറിച്ച് പുത്തനാശയക്കാർക്ക് പോലും സ്വീകാര്യനായ ഹാഫിള് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വൻ നിഹായ വാള്യം 2 പേജ് 215 ഇങ്ങനെ പറയുന്നു: വഹുവ ഖൗലുൻ ഗരീബുൻ ജിദ്ദ, അത് വളരെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പണ്ഡിതന്മാരുടെയും പിൻബലം ഇല്ല എന്ന്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി ഇമാം അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ലദുന്നിയ പേജ് 1 വാള്യം 1 പേജ് 85 ഇങ്ങനെ പറയുന്നു: വൽ മശ്ഹൂറു അന്നഹു വുലിദ ഫീ ശഹ്രി റബീഉൽ അവ്വലി വഹുവ ഖൗലുൽ ജുംഹൂർ. പ്രസിദ്ധമായ റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്ന് പ്രസിദ്ധമായ ആ വിഷയം, അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പണ്ഡിതന്മാരല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെയും കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, അത്രയും കിബാറുൽ ഉലമാ, അവരാണ് ഈ അഭിപ്രായം പ്രബലമാക്കിയിരിക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നുണ്ട്: വഇന്നമാ കാന ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഇലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം എന്ന് പറഞ്ഞ ആ വാക്ക്, അത് മാത്രമാണ് സ്വഹീഹായ അഭിപ്രായം. അതുപോലെ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറഞ്ഞതായി ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, ആ ഹദീസ് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു കസീർ തൻ്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ തന്നെ വാള്യം 2 പേജ് 215 മേൽപ്പറഞ്ഞതോടുകൂടെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ചയാണ്. ഇതാണ് ലോക മുസ്ലിമീങ്ങൾ പ്രബലമായി കൊണ്ടാടുന്നത്. അതിനൊക്കെ പുറമെ സീറത്തു ഇബ്നു ഹിശാമിൽ, ഇബ്നു ഹിശാം വളരെ പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ രേഖപ്പെടുത്തി വെച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്നാണ്. അപ്പോൾ ഇതാണ് ലോക മുസ്ലിമീങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതനുസരിച്ച് ആ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകം കൂടുതൽ വിപുലമായി മൗലിദുകൾ ആലപിക്കുകയും റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുകയും പാടിക്കുകയും പറയിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അത് മുഖേന ഹബീബിൻ്റെ പൊരുത്തം വാങ്ങാനും ഹബീബോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.